ഇവിടെ സമ്മറായി കഴിഞ്ഞാൽ ഇതേ കണക്കത്തെ ഓരോ കലാപരിപാടികളൊക്കെ സ്ട്രീറ്റ്സിലൊക്കെ കാണാൻ പറ്റും. നല്ല രസമാണ്. അങ്ങനെ നടന്നപ്പോഴാണ് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് എൻ്റെ കണ്ണിൽ പെട്ടത്. ഇത് ഇന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ എന്തൊക്കെയുണ്ടെന്ന് ഞാൻ നോക്കാൻ വേണ്ടി പോയപ്പോഴാണ് അവർ പുറത്ത് മെനു കാർഡ് ഡിസ്പ്ലേ ചെയ്തേക്കുന്നത് കണ്ടത്. ഞാനെടുത്ത് അവിടുത്തെ മെനു കാർഡൊക്കെ നോക്കി. ഞാൻ പുറത്ത് പോയത് വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ വലിയ വിശപ്പൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എന്തെങ്കിലും സ്നാക്സോ സ്വീറ്റ്സോ ഒക്കെ വാങ്ങിക്കാമെന്ന് കരുതി. അങ്ങനെ ഞാൻ അവിടെ പോയി ഒരു വെജ് സമൂസയും ഒരു ലാം സമൂസയും പിന്നെ ഒരു മിൽക്ക് ബർഫിയും ഓർഡർ ചെയ്തു. അങ്ങനെ ഞാൻ സാധനമൊക്കെ വാങ്ങി പുറത്ത് വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് കരുതി. ആദ്യം ഞാൻ വെജ് സമൂസയാണ് കഴിച്ചു നോക്കിയത്. ഓക്കെ ആയിരുന്നു. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. തീരെ മസാലയോ അങ്ങനെ ഒന്നുമില്ലായിരുന്നു. ഭയങ്കര പ്ലെയിൻ ആയിരുന്നു. പിന്നെ നല്ല തണുത്തിട്ടും ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ ലാം സമൂസയാണ് ട്രൈ ചെയ്തത്. അത് ഓക്കെ ആയിരുന്നു. വെജിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ലാമ്പ് കുറച്ചുകൂടി നല്ലതായിരുന്നു. പിന്നീട് ഞാൻ പ്ലെയിൻ ബർഫിയാണ് ട്രൈ ചെയ്തത്, മിൽക്ക് ബർഫി. അതും ഓക്കെ ആയിരുന്നു. അത്യാവശ്യം മധുരം ഒക്കെ ഉണ്ട്, നല്ലതായിരുന്നു. ഇങ്ങനെ സ്നാക്സ് എല്ലാം അകത്താക്കി കഴിഞ്ഞ് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ എന്തായാലും വൈകുന്നേരം ഒരു 7 o'clock ഒക്കെ ആയി. അപ്പോഴത്തേക്കും വീണ്ടും വിശന്നു. എന്നാൽ പിന്നെ ഡിന്നറൂടെ കഴിച്ചിട്ട് വീട്ടിൽ പോകാമെന്ന് കരുതി. ഇന്ന് എനിക്ക് ഇന്ത്യനോട് എന്തോ ഒരു ഭയങ്കര ക്രേവിംഗ് ആണ്. അപ്പോൾ പിന്നെ ഇന്ത്യൻ തന്നെ കഴിക്കാമെന്ന് കരുതി ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലോട്ട് പോയി. ഇത് ഇവിടുത്തെ വൺ ഓഫ് ദ ഫേമസ് ഇന്ത്യൻ ഷോപ്പാണ്. അങ്ങനെ അവിടെ കയറി ഓർഡറൊക്കെ ചെയ്തു. ആദ്യം തന്നെ ഞങ്ങളുടെ ഡ്രിങ്ക് വന്നു. അങ്ങനെ ഡ്രിങ്ക് എല്ലാം കുടിച്ച് കുറച്ച് റിലാക്സ്ഡ് ആയിരുന്നപ്പോഴത്തേക്കും മെയിൻ കോഴ്സ് വന്നു. ഞാനൊരു താലി മീലാണ് വാങ്ങിച്ചത്. അതിനകത്ത് വെജും നോൺ വെജും റൈസ്, നാൻ, റൈത്ത, പിക്കിൾ, പപ്പടം എല്ലാം ഉണ്ടായിരുന്നു. അത്യാവശ്യം അടിപൊളിയായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. ഭയങ്കര ഫില്ലിംഗ് ആയിരുന്നു. നോൺ വെജിൽ ഞാൻ ഓപ്റ്റ് ചെയ്തത് ഫിഷ് കറിയും ലാമ്പും ആയിരുന്നു. അടിപൊളി ടേസ്റ്റായിരുന്നു. ഇത് ഭയങ്കര ഫില്ലിംഗ് ആയിരുന്നു. ഭയങ്കരമായിട്ട് വയറ് നിറഞ്ഞ്. അങ്ങനെ ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റൊക്കെ ചെയ്തിട്ടാണ് പിന്നീട് ഞാൻ ഇത് കഴിച്ച് കംപ്ലീറ്റ് ആക്കിയത്. അങ്ങനെ 2 താലി മീലാണ് പറഞ്ഞത്. അപ്പോൾ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് നോൺ വെജ് ഓപ്ഷൻസ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ രണ്ടാമത്തെ താലി മീലിൽ പ്രോൺസും ബട്ടർ ചിക്കനും ആയിരുന്നു. അതും അത്യാവശ്യം നല്ല അടിപൊളി കറികളായിരുന്നു. പിന്നെ വെജ് ഡിഷസ് ആയിട്ട് അവർ വെജ് ഓഫ് ദ ഡേ കറികളായിരിക്കും വെക്കുന്നത്. അതിൽ എനിക്ക് ആലു, ബേബി പൊട്ടാറ്റോയുടെ കറിയും വെണ്ടയ്ക്കയുടെ കറിയും പിന്നെ ഒരു പരിപ്പിൻ്റെ ഒരു കറിയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഫുഡെല്ലാം അകത്താക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഡെസേർട്ടും കൂടി ഇല്ലാതിരുന്ന എങ്ങനെയാണ്. അങ്ങനെ പിന്നെ ഡെസേർട്ടും ഓർഡർ ചെയ്തു. ഒരു മാംഗോ കോക്കനട്ട് ചീസ് കേക്കും ഒരു ചോക്ലേറ്റ് ഫഡ്ജാണ് ഓർഡർ ചെയ്തത്. ചോക്ലേറ്റ് ഫഡ്ജിൽ 3 ഫ്ലേവേഴ്സ് ഓഫ് ഐസ്ക്രീമും ചോക്ലേറ്റ് ഫഡ്ജ് ബ്രൗണി ആയിരുന്നു ഉണ്ടായിരുന്നത്. രണ്ടും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഒരുപാട് ഇഷ്ടമായി. ഇതെല്ലാം കഴിച്ചു തീർക്കാൻ കുറേ സമയം എടുത്തു. ഏതാണ്ട് 2 മണിക്കൂർ ആ റെസ്റ്റോറൻറ്റിൽ ഞാൻ സ്പെൻഡ് ചെയ്തു. അങ്ങനെ എല്ലാം കഴിച്ച് മനസ്സും വയറും നിറഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോയി. അത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.